നാം കാണുന്ന സ്വപ്നങ്ങൾക്ക് ആകാശത്തോളം ദൂരവും സമുദ്രത്തോളം ആഴവുമുണ്ട്. സ്വപ്നങ്ങൾക്ക് എപ്പോഴും ചിറക് മുളപ്പിക്കുക എന്നത് നമ്മുടെ കഠിനാധ്വാനത്തോടെ മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. സ്വപ്നങ്ങളെ വീണ്ടും ആഴത്തിലേക്ക് ഇറക്കിയ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ഏറ്റവും നല്ല ഒരു മേഖലയാണ് ഇന്ത്യൻ നേവി. ഈ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർ ഒരുപാട് പേരുണ്ട്. അതിൽ മലയാളികൾക്ക് അഭിമാനമായി മാറിയ വ്യക്തിയാണ് അഡ്മിറൽ ആർ ഹരികുമാർ. ഇനി നാവികസേനയെ നയിക്കാൻ മലയാളി കൂടിയായ അഡ്മിറൽ രാധാകൃഷ്ണൻ ഹരികുമാർ. അതെ, ഈ കഴിഞ്ഞ നവംബർ 30-ന് അഡ്മിറൽ ആർ ഹരികുമാർ നാവികസേനാ മേധാവിയായി ചുമതലയേറ്റു. സ്ഥാനമൊഴിഞ്ഞ അഡ്മിറൽ കരംബീർ സിംഗിൽ നിന്നും സേനയുടെ നേതൃത്വം അദ്ദേഹം ഏറ്റെടുത്തു. സേനയുടെ 25ാം മേധാവിയാണ് അഡ്മിറൽ ആർ ഹരികുമാർ. ഈ സ്ഥാനത്ത് വരുന്ന ആദ്യ പൂർണ്ണ മലയാളിയും. 1962 ഏപ്രിൽ 12-ന് തിരുവനന്തപുരം പേട്ടയിൽ ജനനം. 3 ആൺമക്കളിൽ മൂത്തയാൾ. പ്രൈമറി സ്കൂൾ പഠനം തഞ്ചാവൂരിലെ സേക്രഡ് ഹാർട്ട് കോൺവെന്റ് സ്കൂളിൽ. മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യങ്ങൾ തേടി തിരിച്ച് തിരുവനന്തപുരത്തേക്ക്. ഈ ഒരു കാലഘട്ടം അഡ്മിറൽ ആർ ഹരികുമാറിന് കുറച്ച് വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. കാരണം അക്കാലത്ത് മറ്റൊരു സംസ്ഥാനത്തെ സ്കൂളിൽ പ്രവേശനം നേടുന്നത് എളുപ്പമല്ലായിരുന്നു. 6ാം ക്ലാസ്സിൽ പ്രവേശനം ലഭിക്കാതെ നിരവധി സ്കൂളിൽ നിന്നും നിരാശനായി മടങ്ങിയെത്തി. മകന്റെ സ്കൂൾ പ്രവേശനം സാധ്യമാക്കില്ലെന്നോർത്ത് അച്ഛനും അമ്മയും കരഞ്ഞ നാളുകൾ. എന്നാൽ വഴുതക്കാടുള്ള കാർമൽ കോൺവെന്റ് സ്കൂൾ മാനേജ്മെന്റ് അദ്ദേഹത്തെ പ്രൈവറ്റ് വിദ്യാർത്ഥിയായി എടുക്കുവാൻ തീരുമാനിച്ചു. 6 മാസത്തിനുള്ളിൽ അവർ നടത്തുന്ന പരീക്ഷ പാസ്സായാൽ സ്ഥിര വിദ്യാർത്ഥിയാക്കാമെന്ന് വാഗ്ദാനം. ഈ വെല്ലുവിളി അദ്ദേഹം ഏറ്റെടുക്കുകയും 6 മാസത്തിന് ശേഷം പരീക്ഷ എഴുതി പാസ്സാവുകയും ചെയ്തു. അങ്ങനെ 6-7 ക്ലാസുകൾ കാർമലിൽ തന്നെ അദ്ദേഹം പൂർത്തിയാക്കി. തൻ്റെ മകന്റെ ഓരോ വർഷത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് എന്ന് കാട്ടിത്തന്ന അമ്മയുടെയും മകന്റെയും വിജയം. ഈ ഒരു സംഭവം അദ്ദേഹത്തെ അമൂല്യമായ ഒരു ജീവിത പാഠം പഠിപ്പിച്ചു. നിയമങ്ങളും നിയന്ത്രണങ്ങളും മനുഷ്യർ സൃഷ്ടിച്ചതാണെങ്കിലും മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടി ആ നിയമങ്ങൾ ക്രിയാത്മകമായി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. അദ്ദേഹത്തിന്റെ വാക്കുകൾ. കാർമൽ സ്കൂളിലെ പഠനശേഷം അദ്ദേഹം മന്നം സ്മാരക റെസിഡൻഷ്യൽ ഹൈസ്കൂൾ പഠനം. അങ്ങനെ 1977-ൽ അദ്ദേഹം SSLC പാസ്സായി. പിന്നീട് പ്രീ ഡിഗ്രി പഠിക്കുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം നാഷണൽ ഡിഫൻസ് അക്കാദമിയുടെ എക്സാം എഴുതി പാസ്സായി. അമ്മയുടെ സഹോദരൻ വ്യോമസേനയിലെ വിംഗ് കമാൻഡർ SKJ നായർ, അദ്ദേഹത്തിന്റെ കസിൻ കരസേനാ ക്യാപ്റ്റൻ H മുരളീധരൻ, അദ്ദേഹത്തിന്റെ സുഹൃത്ത് മേജർ ജനറൽ RP ഭദ്രൻ എന്നിവരുടെ പ്രചോദനം ഇതിനൊരു കാരണമായി. അങ്ങനെ നാവികസേനയാണ് തന്റെ ജീവിത വഴിയെന്ന് അദ്ദേഹം തീരുമാനിച്ചു. 1979-ൽ പൂനെ NDAയിൽ ചേർന്നു. NDAയിൽ നിന്ന് ബിരുദം നേടിയ ശേഷം അദ്ദേഹം ഇന്ത്യൻ നാവികസേനയിൽ ചേർന്നു. ലണ്ടൻ കിങ്സ് കോളേജിൽ ബിരുദാനന്തര ബിരുദം നേടുകയും മുംബൈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MPhil നേടുകയും ചെയ്തു. നാവികസേന മേധാവിയായി ചുമതലയേറ്റ ദിവസം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് മാത്രമല്ല കേരളത്തിനും അഭിമാന ദിനമായിരുന്നു. 39 വർഷത്തോളം നീണ്ടുനിന്ന ദീർഘവും വിശിഷ്ടവുമായ സേവനത്തിനിടയിൽ അഡ്മിറൽ വിവിധ കമാൻഡുകളിലും ഇൻസ്ട്രക്ഷണൽ നിയമനങ്ങളിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നാവികസേനയുടെ വിമാനവാഹിനി കപ്പലായ INS വിരാടിന്റെ കമാൻഡറും അദ്ദേഹം തന്നെയായിരുന്നു. വെസ്റ്റേൺ നേവൽ കമാൻഡിലെ ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് ആയി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അദ്ദേഹം. പ്രതിരോധ സ്റ്റാഫ് വൈസ് ചീഫ്, വെസ്റ്റേൺ ഫ്ലീറ്റ് കമാൻഡിംഗ് ഫ്ലാഗ് ഓഫീസർ, വെസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ചീഫ് ഓഫീസ് സ്റ്റാഫ് എന്നീ നിലകളിലും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഗോവയിലെ നേവൽ വാർ കോളേജിന്റെ കമാൻഡന്റ് ആയിരുന്ന അദ്ദേഹം സീഷെൽസ് ഗവൺമെന്റിന്റെ നാവിക ഉപദേശകനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിത പാഠവങ്ങൾ എല്ലാവർക്കും ഒരു പ്രചോദനമായി മാറുകയാണെന്ന്. 2010-ൽ വിശിഷ്ട സേവാ മെഡൽ, 2016-ൽ അതിവിശിഷ്ട സേവാ മെഡൽ, 2021-ൽ പരം വിശിഷ്ട സേവാ മെഡൽ എന്നിവയും നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. 39 വർഷം നീണ്ട ഔദ്യോഗിക ജീവിതത്തിൽ അഡ്മിറൽ ആർ ഹരികുമാർ രാജ്യത്തിന് നൽകിയ സേവനങ്ങൾക്ക് കടലോളം ആഴവും പരപ്പുമുണ്ട്. Man needs difficulties in life because they are necessary to enjoy the success. APJ അബ്ദുൽ കലാം സാറിന്റെ ഈ വാക്കുകൾ
അഡ്മിറൽ ആർ ഹരികുമാർ സാറിൽ കൂടി പ്രാവർത്തികമാവുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു ഇന്ന്. വരും തലമുറയ്ക്കുള്ള പ്രചോദനം കൂടിയാണ് കേരളത്തിന്റെ അഭിമാനമായ അഡ്മിറൽ രാധാകൃഷ്ണൻ ഹരികുമാർ.